ഇന്നത്തെ ടോപ്പിക്ക് തലയണ. ഓക്കെ, എപ്പോഴും വിഷയം മാറ്റി മാറ്റി സംസാരിക്കണം. ഉണ്ടോ ഇതിലാരെങ്കിലും തലയണ വെച്ചിട്ട് ചെയ്തിട്ട് കൈബന്ധിക്കോ? ഉണ്ട്. അയ്യോ ഇന്നാ സുഖമല്ലേ ചില തലയണ വെച്ച്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ തലയണ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഞാൻ വെക്കാറുണ്ട് തലയണയോ? തലയ്ക്കാട്ടല്ലടാ തലയണ. ഞാൻ പറഞ്ഞ തലയണ മുതുകത്ത് വെക്കാറുണ്ടോന്നാണ് വെച്ചത്. തലയണ എന്തിനാ ഏറ്റവും കൂടുതൽ ബട്ടറോ മോള് എവിടെ ആയിരുന്നു? ഇന്നലെ എവിടെ പോയിക്കായിരുന്നു? ഇന്നലെ നേരത്തെ ഉറങ്ങിയോ? നിനക്ക് എന്തായിരുന്നു നല്ല സുഖം കിട്ടിയിരുന്നു? നിനക്ക് എന്തായിരുന്നു നല്ല സുഖം കിട്ടിയിരുന്നോ? പിന്നെ ഞാൻ സുഖിച്ചോന്നോ? ഓ മോനെ പൊള്ളി വൈബായിരുന്നു, നന്നായിട്ട് സുഖിച്ചു. തലയണ വെച്ചിട്ടുണ്ടല്ലോ, കേറ്റിയാൽ മാത്രം പോരാ. അയ്യോ സ്വർഗം കൂടെ കാണണം. അതിനാൽ അതിനും വേണം യോഗം, അതിന് തലയണ തന്നെ വേണം. വിധി അതിൻ്റെ പ്രത്യേകത എന്താ? തലയണയുടെ കൊച്ചു കുട്ടികൾ വരെ ഇരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ തലയണ എന്തിനാ ഉപയോഗിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ആൾക്കാരെ കൂടി ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എന്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തലയണ എന്ത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ തലയണ ഉപയോഗിക്കുന്നത്? കിടന്നിറങ്ങാൻ വേണമെന്നല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നടു പൊക്കി വെച്ചിട്ട് ബാക്കിയും കൂടെ പറ. കുട്ടി ഉണ്ടാകാനോ? തലയണ കിടന്ന് കുട്ടി ഉണ്ടാകാനാ ആണോ? കുട്ടി ഉണ്ടാകാനൊന്നുമല്ല, അതിക്ക് മേലെ വലിയൊരു സ്വർഗം കാണുമല്ലോ. അതിന് നമ്മൾ തലയണ ഉപയോഗിക്കാം. തലയണ വെച്ചിട്ട് അത് ചെയ്താൽ മതി, നല്ല സുഖം കിട്ടും. അത് ഏറ്റവും കൂടുതൽ സ്വർഗം കാണുന്നത് അപ്പോഴാണ്. നല്ലതല്ലേ? ഞാൻ എൻ്റെ പഴയ ബോയ്ഫ്രണ്ട് എപ്പോഴും പറയും തലയണ വെക്കി, അത് പൊളിക്ക്. ഞാൻ എപ്പോഴും എൻ്റെ പഴയ ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നേ, എൻ്റെ ബോയ്ഫ്രണ്ട് എപ്പോഴും പറയും നിങ്ങൾ ആ തലയണ ഒന്ന് വെച്ചേ എന്ന് പറയും. എനിക്ക് തലയണ വെക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇന്നലെ അടിയിൽ തട്ടു, എന്നാലും അടിയിൽ തട്ടുന്ന പോണർക്കാടുന്നു. തട്ടൽ മാത്രമൊന്നുമില്ല, അതിനും വലിയ നല്ല സുഖം കിട്ടി തലയണ. എന്തായിരിക്കും ക്വിസ്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തായിരിക്കും ക്വിസ്? തലയണ വെച്ചിട്ടുള്ള സുഖം എന്തായിരിക്കും? പറയാൻ പറ്റുമോ ഇല്ലയോ? എന്തായിരിക്കും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ളത് തലയണ വെച്ചിട്ട്? എന്ത് ചെയ്താലാണ്? ഉത്തരം പറയാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലാത്തവർക്ക് ഇതിൽ ഒറ്റ കണ്ടിയില്ലാന്ന് ഞാൻ പറയും. ഒരാളും കണ്ടിയില്ല. ലൈവിൽ പറയണം. ഒന്ന് പറ. തലയണ വെച്ചിട്ട് അടിയിൽ നല്ല തലയണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തലയണ വെക്കുമ്പോൾ ചന്തിയിൽ വെച്ചാൽ പോരാ, ഇവിടെ വെക്കണം. ഈ മുതുകുമേ ഇവിടെ ഈ മുതുകയിൽ വെക്കണം. അയ്യോ മുതുകയിൽ വെച്ചിട്ട് എന്താ ചെയ്യുക? തലയണ വെച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ? നല്ല സുഖമല്ലേ? ഇന്നൊന്നങ്ങനെ തലയണ വെച്ച് നോക്കണം. കുറേ ആയി തലയണ വെച്ചിട്ട്. നല്ല ഒരു ഫീലാണ്. ആണോന്നോ? തലയണ വെച്ചാൽ ശരിക്കും കാണാൻ പറ്റും. കണ്ട് സൂഹിക്കണം ചേട്ടാ. നമ്മൾ തലയണ ഇങ്ങനെ വെക്കുമ്പം നമ്മൾ തലയ്ക്കാതും തലയണ വയ്ക്കുക, മുതുകത്തുമ്പോൾ തലയണ വയ്ക്കുക. എന്നിട്ട് ഒരു പുരുഷന് സ്ത്രീ കണ്ട് സൂഹിക്കണം. അതാണ്. ഓക്കെ, നല്ല പൊളിഞ്ഞിരിക്കും. ഇപ്പം ഇതിൽ പറഞ്ഞ ചില ആമ്പിളർ ഇപ്പോൾ ഓടും മസാജ് സെൻ്ററിലേക്ക്. ബീച്ചിച്ച് തലയണയുടെ പേര് പറഞ്ഞു, ഇപ്പം ഒന്ന് സൂചിച്ച് നോക്കട്ടെ ആ ഫീൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ഓടും മസാജ് സെൻ്ററിലേക്ക് ഓരോ മൈരന്മാർ. എന്തിനാ അവന്മാരെ മൂടാക്കുന്നല്ലേ? തലവണയുടെ സുഖം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടുമിക്ക കൊച്ചിറക്കന്മാർ ഇപ്പോൾ തലവണയും പൊക്കി പിടിച്ചോണ്ട് ഓടും മസാജ് സെൻ്ററിലേക്ക്. അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് നമുക്ക് ബീച്ചേച്ച് പറയുന്നു, ഗേൾഫ്രണ്ടിനോട് പറയാണ്, എടി ഇങ്ങ് വന്നേ ബീച്ചേച്ച് പറഞ്ഞോട് തലവണ വെച്ച സുഖമുണ്ട്, നീ ഒന്ന് കിടന്നേ, ഞാൻ നോക്കട്ടെ തലവണ വെച്ച്. എനിക്ക് വയ്യ.
നിങ്ങൾ തലയണ വെച്ചിട്ട് ഒരു ലേഡീസെങ്കിലും ഒന്ന് സുഖിച്ച് നോക്കിട്ടാ, ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യണേ. തലയണ വെക്കുമ്പോൾ എവിടെ വെക്കണം? കുണ്ടിമ വെക്കരുത്. കുണ്ടിമ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റൂല. മുതുകുത്തുമ്മ വെച്ചിട്ട് ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഓഫ് മൈ ഗാഡ്, ഇതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോയ് ഫ്രണ്ട് ഇങ്ങനെ നോക്കണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണട്ടെ. നിങ്ങൾ മസാസറിലേക്ക് ഒന്നും ഓടരുത്. ഓക്കെ, ഈ കല്യാണം ചെയ്ത കുറേ പയ്യന്മാരുണ്ട്, അവന്മാരെന്തായിരിക്കും വിചാരിക്കുക?